ഹായ് എവരി വൺ, എല്ലാവർക്കും ദ റെയിൻബോ ടാരോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് അനുപമ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മാർച്ച് മന്തിലെ റീഡിങ് എങ്ങനെയാണ്, എല്ലാവർക്കും എന്താണ് മെസ്സേജസും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ 3 പൈൽസാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പൈൽ വന്നിട്ട് ഒരു രുദ്രാക്ഷമാണ് ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. സെക്കൻഡ് പൈലിന് ഒരു കാവടിയാണ്. അതുപോലെ തന്നെ തേർഡ് പൈലിന് നമ്മുടെ ലക്ഷ്മിമാലയിലുള്ള താമര വിത്താണ് കേട്ടോ, കമൽഘട്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ തേർഡ് പൈൽസാണ്, 3 പൈൽസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ പൈൽസിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിക്കുക, നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം ശാന്തമായിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി മാത്രം ഈ പൈല് പിക്ക് ചെയ്യുക. ഞാൻ ഒരു ക്ലോസപ്പ് ഇമേജ് കൊടുക്കുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. ഒരു കളക്റ്റീവ് മെസ്സേജാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരാണെങ്കിൽ, എസ്പെഷ്യലി കമ്മിങ് ഫ്രം വലിയ അധികം അടുപ്പമില്ലാത്ത നൈബർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്നേഹമോ ഇഷ്ടമോ അല്ലാത്ത ചില ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. എനിക്കെന്തോ ഒരു ഇൻറ്റ്യൂട്ടീവ് മെസ്സേജ് എനിക്ക് കിട്ടിയതാണ്. ഭക്ഷണം, മറ്റുള്ളവർ തരുന്ന ഭക്ഷണം കഴിവതും അത് കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് ചെയ്യപ്പെടുന്നത്. സോ ഫുഡ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് അവോയ്ഡ് ഫ്രം സംബഡി എൽസ്. മറ്റുള്ളവരിൽ നിന്ന് പദാർത്ഥങ്ങളായിരുന്നാലും ഭക്ഷണമായിരുന്നാലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു സമയമാണിത്. ഇത് കളക്റ്റീവിനുള്ള മെസ്സേജാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് റെസണേറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് കീപ്പ് ചെയ്യുക മനസ്സിൽ. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് ഫസ്റ്റ് പൈലിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആണിത്. ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ റീഡിംഗ് കണ്ടിട്ട്. നിങ്ങളുടെ കാർഡ്സ് വളരെ പ്രോമിസിങ് ആണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് അൺക്ലിയർ ആയിട്ട് ഉള്ള കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഒരു അവയർനെസ് ഇല്ലാണ്ടിരുന്ന കാര്യങ്ങൾ, എന്തെങ്ങനെ ആകുമെന്നറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ പോവുകയാണ്. ക്ലാരിറ്റി വരുന്നു. നിങ്ങൾ ആക്ച്വലി ഡയറക്റ്റ്, ഇവിടെ ഒരു കോഡ് കാർഡ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ദ എംപറർ എനർജിയിലോട്ട് പോവാണ്. നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ കംപ്ലീറ്റ്ലി അലൈൻഡ് ആവണം. അതായത് ആക്ഷൻ എടുക്കാനുള്ള കംപ്ലീറ്റ് എബിലിറ്റി. എനിക്ക് തോന്നുന്നു ഇവിടെ പലർക്കും കരിയറിൽ എന്തോ വലിയൊരു ഡ്രാസ്റ്റിക് ബ്ലെസ്സിങ് ഈ മാസം വരാൻ പോവാണ്. അത് കാരണം ഫാമിലി ലൈഫ് സെറ്റാവും. ചിലരുടെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ ഈ മാസം തന്നെ, കരിയർ കംപ്ലീറ്റ്ലി ഓൺ ദ ട്രാക്ക് ആയപ്പോൾ തന്നെ വിവാഹ ആലോചനകൾ വരാനും, അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ അത് എന്താ പറയുക സോളിഡിഫൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. 10 ഓഫ് കപ്സ് എനർജി അതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ കരിയറിൽ വലിയ ബ്ലെസ്സിങ്സ് വരുന്ന കാരണം ഫാമിലിയിൽ അത് ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ലൈഫിൽ ഒരു അൺക്ലിയർ സിറ്റുവേഷൻ നിന്നാണ് ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായി വരുന്നത്. അപ്പോൾ മാർച്ച് മാസം നിങ്ങൾക്ക് ഇത്രയും ബ്ലെസ്സിങ്സ് തരുന്നത് കാരണം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പേ ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റേഴ്സ് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കുക. കാരണം എനിക്കെന്തോ നിങ്ങളുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളെ ലൈഫിലോട്ട് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇമോഷൻസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് വെള്ളം ധാരാളം കുടിക്കുക. മൂൺ ലൈറ്റിൽ കുറേ സമയം ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫുൾ മൂണിൻ്റെ ജസ്റ്റ് എനർജീസ് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഫുൾ മൂൺ എനർജി ഉള്ള സമയത്ത് മൂൺ ലൈറ്റിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദിസ് ഈസ് ഓൾ ദാറ്റ്സ് അവൈലബിൾ ഫോർ യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ ബൈ ആൻഡ് ഹാപ്പി മാർച്ച്. ഹായ് പൈൽ നമ്പർ 2. നിങ്ങളുടെ ലൈഫിൽ ഈ മാസം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ, എവിടെയാണോ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടാണ്ടിരുന്നത്, റിസൾട്ട്സ് കിട്ടാണ്ടിരുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ കൊടുത്തത് പോലെ തിരിച്ച് കിട്ടാതിരുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ മാസം നീതി ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇവിടെ ഒരു ഫാസ്റ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഒന്നും മുന്നും പിന്നും ചിന്തിക്കാണ്ട് ചാടി ഇറങ്ങാൻ പോവാണ്. ബട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാം ഡൗൺ ആയി, കുറച്ച് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് മാത്രമേ എന്തിനും ആക്ഷൻ എടുക്കാവൂ.
നിങ്ങളുടെ എനർജി വളരെ ഇമ്പൾസീവാണ്. ബട്ട് അത്രയും ഇമ്പൾസീവായി പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കും. വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ബട്ട് നിങ്ങൾ കുറച്ച് കാം ഡൗൺ ആവണം. നിങ്ങൾ കുറച്ച് കമ്പോസ്ഡ് ആവണം. ബ്രീത്തിങ് എക്സസൈസസ്, പ്രാണായാമം ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് വളരെ നല്ലൊരു റെമഡി ആയിരിക്കും. അതുപോലെ തന്നെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. റൂട്ട് ചക്ര നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ റൂട്ട് ചക്ര നിങ്ങളുടെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് ഞാൻ അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിങ് എക്സസൈസ്, പില്ലിൽ നടക്കുക, അതുപോലെ ബെയർ ഫൂട്ടായിട്ട് ഭൂമിയിൽ നടക്കുമ്പോൾ ഞാൻ ഗ്രൗണ്ടഡ് ആണ് എന്ന് അഫേം ചെയ്തുകൊണ്ട് നടക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. നിങ്ങളെ റൂട്ട് ചക്ര വർക്ക് ചെയ്യേണ്ട ഒരുപാട് ആവശ്യകതയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഹായ് പൈൽ നമ്പർ 3. മാർച്ച് മാസം നിങ്ങൾക്കൊരു മേജർ അൺസ്റ്റക്ക് ഫീലിംഗ് വരാൻ പോവാണ്. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര സ്റ്റക്കായിരുന്നു. നിങ്ങളൊരു അനാലിസിസ് പാരാലിസിസ് മോഡിൽ നിൽക്കുമായിരുന്നു ഇത്രയും നാളും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് തിരിയണം, ആരോട് ഹെൽപ്പ് ചോദിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. ജോലിക്ക് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾ അപ്ലൈ ചെയ്യാനെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് സ്കിൽസ് അക്യൂർ ചെയ്യാനെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു എക്സ്പ്ലോറിങ് എനർജിയാണ് ഞാൻ അവിടെ കാണുന്നത്. ഓപ്ഷൻസ് എല്ലാം പരിശോധിച്ച് എവിടെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളൊരു ഒരു 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 ഗ്രാഹ്യം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവാൻ പോവാണ്. അല്ലെങ്കിൽ ഫാമിലി ലൈഫിലായിരുന്നാലും ഇപ്പോൾ മാരേജിനൊക്കെ ഒരു യെസ് നോ എന്നുള്ള ഒരു ഇഷ്യൂവിൽ നിൽക്കുകയാണ്. നോൺ കമ്മിറ്റലായിരുന്നു നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളെങ്കിൽ കമ്മിറ്റ്മെൻറ്റിന് റെഡിയാകുന്നതിന് മുമ്പ് നിങ്ങളെ ഓപ്ഷൻസിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അയാളോട് തന്നെ കമ്മിറ്റ്മെൻറ്റ് വേണോ അതോ മറ്റൊരാളെ നോക്കണോ എന്നുള്ളൊരു ഞാനിതിനെ ഫ്ലർട്ടേഷ്യസ് എന്ന് പറയില്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് യു ആർ ഓപ്പൺ ടു മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. നിങ്ങൾ ഓപ്ഷൻസിന് ഓപ്പണാണ്. അതിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഈ മാസം കാണുന്നത്. അതുപോലെ തന്നെ വളരെ ഫ്രീ സ്പിരിറ്റഡ് ആണ്. നിങ്ങൾക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണോ നിങ്ങൾ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുന്നത് അതിനോടൊന്നും വളരെ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാണ്ട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ ഇമോഷണൽ മാറ്റേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഞാനിവിടെ കാണുന്നില്ല. കരിയറിൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ സ്റ്റക്കായിരുന്നു, പക്ഷെ നിങ്ങൾ ഡ്രെയിൻഡ് ആയിരുന്നില്ല. നിങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു നിങ്ങൾ സ്റ്റക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾക്കിപ്പോൾ അതിനൊരു ഡയറക്ഷൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ഗോ ലക്കിയാണ്. സോ ഈ മാസം മാക്സിമം ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇമോഷണൽ കേസസിൽ, റിലേഷൻഷിപ്സിൻ്റെ കേസിൽ ഐ വിൽ നെവർ സജസ്റ്റ് ഒരു മനുഷ്യനെ ഓപ്ഷനെ കാണണം എന്നുള്ളത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഫ്ലേർട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ബട്ട് എന്താ പറയുക, ഫാമിലി ത്രൂ ബെസ്റ്റ് ഐഡിയ ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ മാരേജ് പാർട്ട്നേഴ്സിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം. അതും പ്യുവർ പ്രാക്ടിക്കൽ ബേസിസിൽ ഫാമിലി ത്രൂ തന്നെ ആയിരിക്കണം. അല്ലാണ്ട് നിങ്ങളൊരു ഇൻ പേഴ്സൺ പോയി ഒരാളെ കണ്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. ടു ബി ഓണസ്റ്റ് എനിക്കത് അത്ര വർക്കാവുന്ന കാര്യമല്ല. സോ ഐ വോണ്ട് സജസ്റ്റ് ദാറ്റ് ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു വെൽ ആൻഡ് ഗുഡ്. ബട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. മനുഷ്യരെ ഓപ്ഷൻ ആക്കുന്നത് എനിക്ക് ആ കോൺസെപ്റ്റ് ഇതൊരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. ബൈ ബൈ.